നിങ്ങളൊരു ഹോം ഓണറാണ് ന്യൂസിലാൻഡിലെങ്കിൽ നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. അതായത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങളുടെ പ്രോപ്പർട്ടി ഓണർ ഒക്കുപ്പൈഡ് ആയിരിക്കണം, പിന്നെ 2008 മുമ്പ് ബിൽഡ് ചെയ്തതായിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സീലിംഗ് അല്ലെങ്കിൽ അണ്ടർ ഫ്ലോർ ഇൻസുലേഷൻ ഇങ്ങനെയുള്ളതൊക്കെ ഒരു സബ്സിഡി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈവൻ ഹീറ്റ് പമ്പിന് പോലും സബ്സിഡി കിട്ടാം. പക്ഷേ ഇത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും നാളായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഇവരുടെ ഒരു ഏജൻറ്റ് വന്ന് ഇങ്ങനെ കുറേ ഇൻഫർമേഷൻസ് പാസ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മളതിനെപ്പറ്റി മനസ്സിലായത്. അപ്പോൾ നമ്മൾ 1-2-3 ഈ കമ്പനികളെ വിളിച്ച് അസസ് ചെയ്യിപ്പിച്ചു. അപ്പം നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ വേറെ ഉണ്ട് കേട്ടോ, അതിലും ഞങ്ങൾക്ക് 50% സബ്സിഡി കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില ഏരിയസിൽ 80%, 90% അങ്ങനെ സബ്സിഡി കിട്ടുന്ന ഏരിയാസും ഉണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് ആ ഓരോ ഏരിയയുടെ ഈ സബ്സിഡി അവർ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഹോം ഓണറാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നത് വളരെ വർത്തായിരിക്കും. കാരണം ഒരു നല്ല എമൗണ്ട് ഇപ്പം നിങ്ങൾ ഇൻസുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളെന്താണെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു കമ്പനീനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറേ കോട്ട്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിലൊരു ബെസ്റ്റ് കോട്ട് കിട്ടിയ ഒരു കമ്പനീനെ സമീപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത്. നിങ്ങളിപ്പം വേറെ അസസേഴ്സിനാരും വിളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന വെബ്സൈറ്റ് EECA എന്നും പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ അവർ ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുമുണ്ട്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലത്തെ ഫുൾ സീലിംഗ് ലൈറ്റ്സ് LED ലൈറ്റ്സ് ആക്കി ഫ്രീ ആക്കി മാറ്റി കിട്ടുന്നതുമാണ്. അത് ചെക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ വീട്ടിലത് 50% അവർ സബ്സിഡി തരും ഈ LED ലൈറ്റ്സ് മാറ്റുന്നതിന്. ചില വീടുകളിൽ അത് ഫുൾ ഫ്രീ ആയിട്ട് വരെ മാറ്റി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രമാണ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് കാർഡോ അല്ലെങ്കിൽ സൂപ്പർ ഗോൾഡ് കോംബോ കാർഡോ ഉണ്ടെങ്കിൽ അതിലും വലിയ ഡിസ്കൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.